നമസ്കാരം. സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ പെരുകുന്നതിന് പ്രധാന കാരണം വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗമാണ്. ലഹരി മരുന്നിന് അടിമകളാകുന്നവർ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടവരെ പോലെയാണ് പെരുമാറുക. ലഹരി വാങ്ങാൻ പണം കണ്ടെത്താൻ അവർ ഏത് വഴിയും സ്വീകരിക്കും. പണം നൽകാത്തവരോട് കൊടുംപകയോടെ പെരുമാറും. കോഴിക്കോട് ഫറൂഖിലെ മുനീറ എന്ന യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തിയത് ലഹരി മരുന്ന് വാങ്ങാൻ പണം നൽകാത്തതിന്റെ പേരിലാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം കടക്കുന്നത്. സ്വാഗതം. വെറും 32 വയസ്സിനുള്ളിൽ ഏറെ ദുരിതങ്ങൾ അനുഭവിച്ചയാളാണ് കോഴിക്കോട് ഫറൂഖിലെ MK മുനീറ. ഭർത്താവ് ജബ്ബാറിന്റെ ലഹരി മരുന്ന് ഉപയോഗം മൂലം കഴിഞ്ഞ 8 വർഷത്തെ അവരുടെ ദാമ്പത്യ ജീവിതം നരകതുല്യമായിരുന്നു. ഒടുവിൽ ബന്ധം വേർപിരിയുന്ന ഘട്ടം വരെ എത്തിയെങ്കിലും 8ഉം 6ഉം വയസ്സുള്ള മക്കളെ ഓർത്ത് മുനീറ വീണ്ടും ഭർത്താവിനൊപ്പം താമസിക്കാനെത്തി. ഒടുവിൽ അതേ ഭർത്താവ് തന്നെ ആ യുവതിയുടെ ജീവനെടുത്തു. ലഹരി മരുന്ന് വാങ്ങാൻ പണം നൽകാത്തതിന്റെ പേരിൽ ജബ്ബാർ വെട്ടി പരിക്കേൽപ്പിച്ച മുനീറ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ആദ്യ വിവാഹബന്ധം ലഹരി ഉപയോഗം മൂലം വേർപിരിഞ്ഞ ശേഷമാണ് ജബ്ബാർ മുനീറെ വിവാഹം കഴിക്കുന്നത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭർത്താവ് അബ്ദുൾ ജബ്ബാറിന്റെ വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന പാണ്ടികശാല റോഡ് മക്കാട്ട് കമ്പിളിപ്പുറത്ത് MK മുനീറയാണ് മരിച്ചത്. പുലർച്ചെയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു മരണം. ബുധനാഴ്ച രാവിലെ 9:30യോടെയാണ് മുനീറയെ ജബ്ബാർ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഫറൂഖ് കോളേജിന് സമീപത്താണ് മുനീറയും ജബ്ബാറും താമസിച്ചിരുന്നത്. സമീപത്തെ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരിയായിരുന്നു മുനീറ. രാവിലെ ഇവർ ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് ജബ്ബാർ ആക്രമണം നടത്തിയത്. മുറി അടച്ചിട്ട ശേഷം ഇയാൾ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ബഹളം കേട്ട് വീട്ടിലെത്തിയ നാട്ടുകാരാണ് ഗുരുതരമായി പരിക്കേറ്റ മുനീറയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. വെട്ടുകത്തിക്കൊണ്ടാണ് ജബ്ബാർ ഭാര്യയെ ആക്രമിച്ചത്. ഇവരുടെ തലയ്ക്കും കഴുത്തിനും കൈകൾക്കും വെട്ടേറ്റിരുന്നു. ലഹരി മരുന്ന് വാങ്ങാൻ ജബ്ബാർ ഭാര്യയോട് പണം ചോദിച്ചെന്നും പണം നൽകാതിരുന്നതിനെ തുടർന്നാണ് ആക്രമണമെന്നുമാണ് പോലീസ് പറയുന്നത്. ജബ്ബാറിനെതിരെ മുൻപും ഭാര്യയെ ആക്രമിച്ചതിന് കേസെടുത്തിരുന്നു. തുടർന്ന് ഇരുവരും ബന്ധം വേർപിരിയുന്ന ഘട്ടത്തിലെത്തിയെങ്കിലും മുനീറ തന്നെ ജബ്ബാറിനൊപ്പം വീണ്ടും താമസിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രതി സ്ഥിരമായി ലഹരി ഉപയോഗിക്കാറുണ്ടെന്നാണ് മുനീറയുടെ ബന്ധുക്കളുടെ ആരോപണം. 8 വർഷം മുമ്പാണ് ഇവർ വിവാഹം കഴിച്ചത്. 8ഉം 6ഉം വയസ്സുള്ള 2 മക്കളുണ്ട്. ലഹരി മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് ആദ്യ വിവാഹം വേർപ്പെടുത്തിയ ശേഷമാണ് ജബ്ബാർ മുനീറയെ വിവാഹം കഴിച്ചത്. ജബ്ബാറിനെ സംഭവ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തും. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ഒരു ദുരൂഹ മരണത്തിന്റെ വാർത്തയാണ് ഇനി. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കുഞ്ഞിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 4 വയസ്സായ കുട്ടിയെ മരിച്ച നിലയിൽ കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ കഴുത്തിൽ പാട് കണ്ടിട്ടുണ്ട്. സംഭവം കൊലപാതകമാണെന്നാണ് സംശയം. കുഞ്ഞിന്റെ അമ്മയെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. കഴക്കൂട്ടത്തെ ലോഡ്ജിൽ താമസിക്കുന്ന പശ്ചിമ ബംഗാൾ സ്വദേശി മുന്നി ബീഗത്തിന്റെ മകൻ ഗിൽദറാണ് മരിച്ചത്. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് കുട്ടിയെ കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ കുഞ്ഞിന് ജീവനിലായിരുന്നു. കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടറാണ് കഴുത്തിൽ പാടുകൾ കണ്ടെത്തിയത്. കയറോ തുണിയോ കൊണ്ട് മുറുക്കിയതാണ് പാടുകളെന്നാണ് പ്രാഥമിക നിഗമനം. കുഞ്ഞ് വൈകുന്നേരം അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് മാതാവ് ഡോക്ടറോട് പറഞ്ഞത്. അസ്വാഭാവികത തോന്നിയ ഡോക്ടർ ഉടൻ തന്നെ കഴക്കൂട്ടം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു.
മുന്നി ബീഗത്തെയും സുഹൃത്തിനെയും കഴക്കൂട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂവെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കഴക്കൂട്ടം. പാലക്കാട് ചിറ്റൂരിൽ നിന്നും കാണാതായ സുഹാൻ എന്ന 6 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. 21 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ വീട്ടിൽ നിന്നും അകലെയുള്ള കുളത്തിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇത്രയും ദൂരം കുട്ടി എങ്ങനെ എത്തി എന്നതിൽ ദുരൂഹതയുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ മുങ്ങി മരണമാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ദുരൂഹത ഉയർന്ന സാഹചര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. മണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് കുട്ടിയുടെ വീട്ടിൽ നിന്ന് 300 മീറ്റർ ദൂരെയുള്ള കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. കുട്ടി എങ്ങനെയാണ് അകലെയുള്ള കുളത്തിനടുത്ത് എത്തിയെന്നതാണ് നാട്ടുകാരെയും വീട്ടുകാരെയും കുഴയ്ക്കുന്ന ചോദ്യം. നേരത്തെ ആ കുട്ടി അതിലേ പോയിട്ടുണ്ടെന്ന് പറയുന്നു. ശരിയാണോ നായ അവിടെ കണ്ടപ്പോഴാണുള്ളത് പരിശോധിക്കാറുണ്ട്. സുഹാൻ അധികം പുറത്തിറങ്ങാറില്ലായിരുന്നുവെന്നാണ് സമീപവാസികൾ പറയുന്നത്. സംഭവത്തിൽ പോലീസ് വിശദാന്വേഷണം നടത്തണമെന്ന് ചിറ്റൂർ നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു. ഇത് വീടിന് ഒരു അല്പം അകലെയായിട്ട് ഒരു 100-300 മീറ്റർ അകലെയായിട്ടുള്ള മറ്റൊരു കുളമാണ്. ആ കുളത്തിലാണ് ഇപ്പോൾ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. ആ കുളത്തിന്റെ ഒരു ഘടന ഒരു റോഡും റോഡിന്റെ സൈഡിലൊരു കനാലിനപ്പുറമാണ് കുളം. അപ്പൊ ഈ കുളത്തിൽ അപകടത്തിൽപ്പെടാൻ നടന്നു പോകുമ്പോൾ അപകടത്തിൽപ്പെടാൻ ഒരു സാധ്യതയില്ലാത്തൊരു കുളമാണ്. അപ്പോൾ കുട്ടിയെ കുളത്തിലേക്കായിട്ട് സ്വമേധയാ ഇറങ്ങണം, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി ഇറക്കുക തന്നെ വേണം. അല്ലാതെ അപകടത്തിൽപ്പെടാൻ നടന്നു പോകുമ്പോൾ അപകടത്തിൽപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്ന രീതിയിലല്ല അതിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടന കിടക്കുന്നത്. അപ്പൊ അതൊന്ന് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ മുങ്ങിമരണമെന്ന് വ്യക്തമായി. അമ്പാട്ടുപാളയം എരുമൻകോട് മുഹമ്മദ് അനസ് തൗഹിദ ദമ്പതികളുടെ ഇളയ മകനാണ് സുഹാൻ. സുഹാൻ സഹോദരനുമായി പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെന്ന് ബന്ധുക്കൾ പറയുന്നു. സാധാരണ കുട്ടികൾ തമ്മിൽ ഉണ്ടാകാറുള്ള പിണക്കം മാത്രമായിരുന്നു അത്. എന്നാൽ കുറച്ചുനേരം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതായതോടെയാണ് തിരച്ചിൽ നടത്തിയത്. ന്യൂസ് 18 പാലക്കാട്. വിവാഹം നിശ്ചയിച്ചതിന് ശേഷം സ്ത്രീധനം കൂടുതൽ ആവശ്യപ്പെട്ടതിന്റെ പേരിൽ വനിതാ ഡോക്ടർ ആത്മഹത്യ ചെയ്ത കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം 2ാം വർഷ PG വിദ്യാർത്ഥിനി AJ ഷഹന 2023 ആത്മഹത്യ ചെയ്തത്. മുൻ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അമ്പലത്തറ സ്വദേശി M സലാഹുദ്ദീനെയാണ് ഈ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം 2ാം വർഷ PG വിദ്യാർത്ഥിനിയായിരുന്ന ഡോക്ടർ ഷഹന സഹപ്രവർത്തകനും PG അസോസിയേഷൻ ഭാരവാഹിയുമായ ഡോക്ടർ EA റുവൈസുമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ കല്യാണം കഴിക്കണമെങ്കിൽ 150 പവൻ സ്വർണവും 1 ഏക്കർ സ്ഥലവും BMW കാറുമാണ് സ്ത്രീധനമായി റുവൈസിന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടതെന്നാണ് ഷഹനയുടെ വീട്ടുകാരുടെ പരാതി. 1 കോടി രൂപയും BMW കാറും തന്നാൽ തന്നെ കെട്ടിക്കോളാമെന്ന് സുഹൃത്തുക്കളെ മുന്നിൽ വെച്ചുള്ള റുവൈസിന്റെ പരിഹാസമാണ് ഷഹനയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കേസ്. 2023 ഡിസംബർ 4 രാത്രിയിൽ ഷഹനയെ മെഡിക്കൽ കോളേജിനടുത്ത് താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉയർന്ന അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചാണ് ഷഹന ആത്മഹത്യ ചെയ്തത്. സ്ത്രീധനം നൽകാൻ സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ ജീവനൊടുക്കുന്നതായി രേഖപ്പെടുത്തിയ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെത്തിയിരുന്നു. കേസിൽ അറസ്റ്റിലായ റുവൈസിനെ പിന്നീട് ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. മുൻ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അമ്പലത്തറ സ്വദേശി M സലാഹുദ്ദീനെയാണ് കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചത്. മലയൻകീഴ് മാറനല്ലൂർ സ്വദേശിനി ദിവ്യയെയും മകൾ 1.5 വയസ്സുള്ള ഗൗരിയെയും കടലിലെറിഞ്ഞു കൊലപ്പെടുത്തിയ ഇരട്ടക്കൊലക്കേസിലും ഇദ്ദേഹമാണ് പ്രത്യേക പ്രോസിക്യൂട്ടർ. സലാഹുദ്ദീൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ പ്രതിക്ക് കോടതി വധശിക്ഷ വിധിച്ചിരുന്നു.
ന്യൂസ് 18 തിരുവനന്തപുരം. ഹണി ട്രാപ്പിൽപ്പെടുത്തി പണം തട്ടുന്ന സംഭവങ്ങൾ നാട്ടിൽ വർദ്ധിക്കുകയാണ്. മലപ്പുറം പൊന്നാനിയിലാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ഹണി ട്രാപ്പിൽപ്പെടുത്തി യുവാവിൽ നിന്ന് പണം തട്ടിയ കേസിൽ യുവതിയും ഭർത്താവിന്റെ സുഹൃത്തും അറസ്റ്റിലായി. പൊന്നാനി സ്വദേശികളായ നസീമ, അലി എന്നിവരാണ് പിടിയിലായത്. തിരൂർ സ്വദേശിയായ യുവാവാണ് ഈ തട്ടിപ്പിന് ഇരയായത്. മൊബൈൽ ഫോൺ വഴി പരിചയപ്പെട്ട യുവാവിനെ വിളിച്ചുവരുത്തി അപകീർത്തിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിലാണ് യുവതിയും സുഹൃത്തും അറസ്റ്റിലായത്. തിരൂർ സ്വദേശിയായ യുവാവിനെ ഭീഷണിപ്പെടുത്തി 25,000 രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. പൊന്നാനി സ്വദേശികളായ പട്ടമാർ വളപ്പിൽ നസീമ, ഭർത്താവിന്റെ സുഹൃത്ത് കളത്തിൽ വളപ്പിൽ അലി എന്നിവരെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടുതൽ പണം ആവശ്യപ്പെട്ട് പ്രതികൾ യുവാവിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മൊബൈൽ ഫോൺ മുഖേനയാണ് നസീമ തിരൂർ സ്വദേശിയായ യുവാവിനെ പരിചയപ്പെട്ടത്. പിന്നീട് സൗഹൃദം സ്ഥാപിച്ച നസീമ യുവാവിനെ പൊന്നാനിയിലെ തന്റെ വാടക വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇവിടെ എത്തിയ യുവാവിനെ നസീമയും അലിയും ചേർന്ന് തടഞ്ഞുവെക്കുകയും അപകീർത്തിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുകയുമായിരുന്നുവെന്നാണ് പരാതി. നിസ്സഹായനായ യുവാവ് സുഹൃത്തിൽ നിന്ന് 25,000 രൂപ കടം വാങ്ങി ഗൂഗിൾ പേ മുഖേന അയച്ചു നൽകി. ഇതിനു പുറമെ ഇവർ വീണ്ടും പണം ആവശ്യപ്പെട്ടു. വീട്ടിൽ വന്ന് കുടുംബത്തിനു മുന്നിൽ നാണം കെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയതോടെ യുവാവ് പൊന്നാനി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതികളുടെ ബാങ്ക് ഇടപാട് രേഖകളടക്കം പോലീസ് ശേഖരിച്ചു. സമാനമായ ഹണി ട്രാപ്പ് തട്ടിപ്പ് പ്രതികൾ വേറെയും നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരൂർ. കൊല്ലത്ത് ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കൈകൊട്ടിക്കളി മത്സരം കൂട്ടത്തല്ലിലാണ് കലാശിച്ചത്. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഇടമൺ ചിറ്റാലംകോടാണ് സംഭവം. ഫലപ്രഖ്യാപനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൂട്ടത്തല്ലിൽ അവസാനിച്ചത്. ഇരുവിഭാഗത്തിൽ നിന്നുമായി 15ഓളം പേർക്ക് പരിക്കേറ്റു. ജഡ്ജിമെന്റ് റിപ്പോർട്ട് അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ഇടമൺ ചിറ്റാലംകോട് ജയന്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച മത്സരത്തിന് ശേഷമാണ് സംഘർഷമുണ്ടായത്. ഫലപ്രഖ്യാപനവും സമ്മാന വിതരണവും കഴിഞ്ഞ ശേഷമാണ് ഇരുവിഭാഗവും തമ്മിൽ ഒന്നാം സ്ഥാനത്തെ ചൊല്ലി തർക്കമുണ്ടായതും കയ്യാങ്കളിയിൽ കലാശിച്ചത്. സംഘർഷം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ സ്ഥലത്തുണ്ടായിരുന്നവർ പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് തെന്മല പോലീസ് സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ പൊല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവിഭാഗത്തിൽ നിന്നുമായി 15ഓളം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. സംഭവത്തിൽ തെന്മല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പുനലൂർ. എറണാകുളം കണ്ണമാലിയിൽ വാഹന പരിശോധനയ്ക്കിടെയുണ്ടായ അപകടത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. നിർത്താതെ പോയതിനെ തുടർന്ന് ബൈക്ക് ഓടിച്ചയാളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അപകടമുണ്ടാക്കുകയായിരുന്നു എന്നാണ് ആരോപണം. എന്നാൽ യുവാക്കളുടെ വാദം തള്ളുകയാണ് പോലീസ്. ഇതിന് തെളിവായി CCTV ദൃശ്യങ്ങളും പുറത്തുവിട്ടു. യുവാക്കൾ മദ്യപിച്ചിരുന്നുവെന്നാണ് പരിശോധനയിൽ മനസ്സിലായതെന്നും അവർ നൽകിയ പരാതിയിലും അന്വേഷണം ഉണ്ടാകുമെന്നും എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. വാഹന പരിശോധനയ്ക്കിടെ ബൈക്ക് തടയാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ യുവാക്കളുടെ വാദം തെറ്റാണെന്ന് ആവർത്തിക്കുകയാണ് പോലീസ്. ബൈക്ക് ഓടിച്ചിരുന്ന ആലപ്പുഴ കൊമ്മാടി സ്വദേശി അനിൽ രാജേന്ദ്രന്റെ കയ്യിൽ പിടിച്ച് വലിച്ചിട്ടില്ലെന്നും CPO ബിജുമോനെ ബൈക്ക് ഇടിക്കുകയായിരുന്നുവെന്നുമാണ് കണ്ണമാലി പോലീസിന്റെ വാദം. യുവാക്കൾ ബൈക്കിൽ വരുന്നതിന്റെയും ആലപ്പുഴ ചെട്ടിക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തുന്നതിന്റെയും CCTV ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. പരിക്കേറ്റ യുവാവിനെ ബെൽറ്റ് കൊണ്ട് ബൈക്കിന് മുന്നിൽ കെട്ടിവെച്ചാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന കൂട്ടുകാരന്റെ വാദം പൊളിക്കുന്നതാണ് പുറത്തുവന്ന CCTV ദൃശ്യം. അനിലിനെ മദ്യം മണക്കുന്നുവെന്ന ഡോക്ടറുടെ പരിശോധനാക്കുറിപ്പും പോലീസ് പുറത്തുവിട്ടു. നായ കുറുകച്ചാടിയാണ് അപകടമുണ്ടായതെന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം പേടികൊണ്ടാണ് ആശുപത്രിയിൽ അങ്ങനെ പറഞ്ഞതെന്നാണ് യുവാക്കൾ പറയുന്നത്. സംഭവത്തിൽ പോലീസിനെതിരെ ഇവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്.
പോലീസ് കുടുക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപണം. അപകട സമയത്ത് മദ്യപിച്ചിരുന്നില്ല. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പരിശോധനയിൽ മദ്യത്തിന്റെ സാന്നിധ്യമില്ല. ബൈക്കിൽ വേഗത്തിൽ പോയത് പരിക്കേറ്റ അനിലിനെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയാണെന്നും ഇവർ പറയുന്നു. യുവാക്കൾ മദ്യപിച്ചിരുന്നുവെന്നാണ് പരിശോധനയിൽ മനസ്സിലാക്കുന്നതെന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല എന്ന വാദം ശരിയല്ലെന്നും എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ പറഞ്ഞു. അപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ച് വരുന്ന ആളുടെ കൈ കാണിച്ച് നിർത്താതെ അവർ ഇങ്ങനെ പോലീസുകാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ ഒരു വിഷയത്തിൽ അവർക്ക് പരിക്കുണ്ട്. അന്ന് ഉടൻ തന്നെ പോലീസുകാരെ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. പോലീസ് ഇപ്പോൾ നമുക്ക് മനസ്സിലായത് അവർ പ്രോപ്പറായി ഡ്യൂട്ടി ചെയ്യുന്ന സമയത്തുള്ള സംഭവമാണ്. എന്തായാലും അവർ ആ സമയത്ത് അവരെയും ഹോസ്പിറ്റലിലേക്ക് ജീപ്പിൽ മറ്റ് പോലീസുകാരെ കൊണ്ടുപോകുമ്പോൾ അവരെയും കയറാൻ പറഞ്ഞിട്ടുണ്ട്. അവർ കയറിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലായത്. അവരൊരു പരാതി കൊടുത്തിട്ടുണ്ട് ആലപ്പി ജില്ലാ പോലീസ് മേധാവിക്ക്. ആ പരാതി എനിക്ക് ലഭിച്ച് കിട്ടിയിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ടുള്ളൊരു അന്വേഷണം നടത്തിയിട്ട് ആവശ്യമുള്ള നടപടികളുണ്ടാവും. ഈ ഒരു വിഷയത്തിലൊരു കേസ് കൂടി എടുത്തിട്ടുണ്ട്. ആ കേസ് ശരിയായ രീതിയിൽ അന്വേഷിക്കും. അപകടമുണ്ടായപ്പോൾ വാഹനത്തിലേക്ക് കയറാൻ പറഞ്ഞെങ്കിലും യുവാക്കൾ വഴങ്ങിയിരുന്നില്ല. ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തും. യുവാക്കൾ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതി എറണാകുളത്തിന് കൈമാറിയിട്ടുണ്ട്. ആ ആരോപണത്തിലും അന്വേഷണം നടത്തുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ ബൈക്ക് തടഞ്ഞു നിർത്തുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ പോലീസുകാരനും ബൈക്ക് യാത്രക്കാരനും പരിക്കേറ്റിട്ടും ബൈക്ക് യാത്രക്കാരനെ റോഡിൽ ഉപേക്ഷിച്ച് പോലീസുകാരനെ മാത്രം ആശുപത്രിയിൽ എത്തിച്ചുവെന്നായിരുന്നു കണ്ണമാലി പോലീസിനെതിരെ ഉയർന്ന ആരോപണം. സ്വന്തം നിലയ്ക്ക് ആശുപത്രിയിൽ പൊയ്ക്കോളാമെന്ന് യുവാക്കൾ പറഞ്ഞതിനാലാണ് ഇവരെ ജീപ്പിൽ കൊണ്ടുപോകാതിരുന്നതെന്നാണ് പോലീസ് വാദം. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിയാലേ സത്യാവസ്ഥ പുറത്തുവരൂ. ന്യൂസ് 18 കൊച്ചി. പെട്ടെന്ന് സമ്പന്നരാകാൻ പലരും സ്വീകരിക്കുന്ന കുറുക്കുവഴിയാണ് ലഹരി വിൽപ്പന. മൂവാറ്റുപുഴയിൽ MDMAയുമായി പിടിയിലായത് സഹകരണ ബാങ്കിലെ ജീവനക്കാരനാണ്. മാതിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതുപ്പാടി ബ്രാഞ്ചിലെ കാഷ്യർ പുതുപ്പാടി പൂവത്തുംമൂട്ടിൽ ബാവ പി ഇബ്രാഹിമിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്നും 2.8 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഈ വർഷം ജനുവരിയിലും അറസ്റ്റിലായിരുന്ന ഇയാൾ ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും ലഹരി കച്ചവടം നടത്തിയത്. ലഹരി വിൽപ്പനയ്ക്കായി വ്യത്യസ്ത മാർഗങ്ങളാണ് പ്രതി സ്വീകരിച്ചിരുന്നതെന്ന് എക്സൈസ് പറഞ്ഞു. മൂവാറ്റുപുഴ കീച്ചേരിപ്പടിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രി 8:30യോടെയാണ് സഹകരണ ബാങ്ക് ജീവനക്കാരനെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പിടിയിലായ പുതുപ്പാടി പൂവത്തുംമൂട്ടിൽ ബാവ പി ഇബ്രാഹിം മാതിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതുപ്പാടി ബ്രാഞ്ചിലെ ക്യാഷ്യറാണ്. ഇയാളിൽ നിന്ന് 2.8 ഗ്രാം MDMAയും MDMA വിറ്റ് ലഭിച്ച 3000 രൂപയും മൊബൈൽ ഫോണും 3 സിം കാർഡുകളും പിടിച്ചെടുത്തു. ഈ വർഷം ജനുവരിയിലും ബാവ MDMAയുമായി പിടിയിലായിരുന്നു. ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും ലഹരി കച്ചവടം നടത്തിയത്. പുതുവത്സരം പ്രമാണിച്ച് എക്സൈസ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ബാവ പിടിയിലായത്. വ്യത്യസ്ത രീതികളാണ് ഇയാൾ MDMA വിൽപ്പനയ്ക്കായി സ്വീകരിച്ചു വന്നിരുന്നത്. ഉപയോഗിച്ച സ്ട്രോ കഷണങ്ങളാക്കി മുറിച്ച് അതിൽ MDMA നിറച്ച് പ്രത്യേക സ്ഥലത്ത് നിക്ഷേപിക്കും. ആവശ്യക്കാർ ഗൂഗിൾ പേ വഴി പണം നൽകിയാൽ ഇതിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കും. ഒഴിഞ്ഞ മിഠായി പേപ്പറുകളിൽ MDMA പൊതിഞ്ഞ് അവയും പ്രത്യേക സ്ഥലങ്ങളിൽ നിക്ഷേപിച്ച ശേഷം ഫോട്ടോ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുന്ന രീതിയും ഇയാൾ സ്വീകരിച്ചിരുന്നു. 1/2 ഗ്രാം MDMAയ്ക്ക് 2500 രൂപ മുതൽ 3000 രൂപ വരെയാണ് ഇയാൾ വാങ്ങിയിരുന്നത്. ബാവ പി ഇബ്രാഹിമിന് MDMA എത്തിച്ചു നൽകുന്ന ആലുവ സ്വദേശിയായ കച്ചവടക്കാരനെ എക്സൈസ് സംഘം പിന്തുടരുന്നുണ്ട്. ഇയാളുടെ മയക്കുമരുന്ന് സ്രോതസ് സംബന്ധിച്ച് നമ്മൾ അന്വേഷണം നടത്തിയിട്ടുള്ളത് ആലുവ സ്വദേശിയായിട്ടുള്ള വ്യക്തിയെ നമ്മൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാളിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഇയാൾക്ക് ഗൂഗിൾ പേ വഴിയും മറ്റ് സ്കാനറിലേക്കും ഒക്കെ പണം അയച്ചുകൊണ്ടിരിക്കുന്ന 20ഓളം യുവാക്കളുടെ പേരുകൾ നമ്മൾ ഇതിനകത്തോട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നമുക്ക് തുടങ്ങിയിട്ടുണ്ട്.
മുമ്പ് പിടിയിലായപ്പോൾ 43 ദിവസമാണ് ബാബ ജയിലിൽ കഴിഞ്ഞത്. ഇയാളിൽ നിന്ന് MDMA സ്ഥിരമായി വാങ്ങിക്കുന്ന 20 പേരുടെ ലിസ്റ്റ് എക്സൈസ് സംഘം തയ്യാറാക്കിയിട്ടുണ്ട്. കല്ലൂർക്കാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ PA ഫൈസലിന്റെ സാന്നിധ്യത്തിലാണ് പ്രതിയുടെ ദേഹപരിശോധന എക്സൈസ് പൂർത്തിയാക്കിയത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഈ വർഷം പിടികൂടുന്ന 102ാമത്തെ കേസാണിത്. സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാഹിൻ, അനുരാജ്, നൌഷാദ്, രഞ്ജിത്ത്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനിത, ഡ്രൈവർ ബിജു പോൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 മൂവാറ്റുപുഴ. മലപ്പുറം നിലമ്പൂർ വനത്തിൽ സ്വർണ്ണ ഖനനം നടത്തിയ 7 പേർ പിടിയിലായി. മമ്പാട് പുള്ളിപ്പാടം സ്വദേശികളായ 7 പേരാണ് പിടിയിലായത്. വനം ഇന്റലിജൻസും റേഞ്ച് ഓഫീസറും ചേർന്നാണ് ഈ സംഘത്തെ പിടികൂടിയത്. മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് മണലൂറ്റിയാണ് സംഘം സ്വർണം അരിച്ചെടുത്തിരുന്നത്. ഇത്തരത്തിൽ വൻതോതിൽ സ്വർണം അരിച്ചെടുത്തിരുന്നുവെന്നാണ് വിവരം. നിലമ്പൂർ വനത്തിലാണ് വൻതോതിൽ സ്വർണ്ണഖനനം നടന്നതെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. തിരുവനന്തപുരം വനം ഇന്റലിജൻസിനും നിലമ്പൂർ നോർത്ത് DFO ധനേഷ് കുമാറിനും ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലായത്. മാമ്പാട് പുള്ളിപ്പാടം സ്വദേശികളായ റസാഖ്, ജാബിർ, അലവിക്കുട്ടി, അഷറഫ്, സക്കീർ, ഷമീം, സുന്ദരൻ എന്നിവരാണ് പിടിയിലായത്. പനയങ്കോട് സെക്ഷൻ പരിധിയിലെ ആയിരവല്ലിക്കാവ് വനഭാഗത്തെ ആമക്കയം ഭാഗത്തായിരുന്നു സ്വർണം ഖനനം ചെയ്തിരുന്നത്. പ്രതികൾ ഖനനം ചെയ്യുന്ന സമയത്താണ് ഉദ്യോഗസ്ഥരെത്തി പിടികൂടിയത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഖനനം നടത്തിവരികയാണെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു. ന്യൂസ് 18 നിലമ്പൂർ. തിരുവനന്തപുരത്ത് KSRTC ബസ്സിൽ നിന്ന് രാത്രി യാത്രക്കിടയിൽ യുവതിയെ ഇറക്കി വിട്ടുവെന്ന് പരാതി. 18 രൂപയുടെ ടിക്കറ്റ് എടുത്ത യുവതിയുടെ ഗൂഗിൾ പേ അത് പ്രവർത്തിക്കാതെ വന്നതോടുകൂടിയാണ് ഈ ബസ് കണ്ടക്ടർ യുവതി ഇറക്കി വിട്ടത്. രാത്രി 2.5 കിലോമീറ്റർ നടന്നാണ് അവർ വീട്ടിലെത്തിയത്. കുന്നത്തുകാലിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായ ദിവ്യ എന്ന 28-കാരിക്കാണ് ഈ ദുരനുഭവം. സംഭവത്തിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 26-ാം തീയതി രാത്രി 9 മണിക്കായിരുന്നു സംഭവം. ജോലി കഴിഞ്ഞ് വെള്ളറട സ്വദേശി ദിവ്യ കൂനമ്പയിൽ നിന്ന് വീട്ടിലേക്ക് ബസ് കയറിയപ്പോൾ കയ്യിൽ പേഴ്സ് കരുതാൻ മറന്നുപോയി. 18 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഗൂഗിൾ പേ ഉപയോഗിച്ചെങ്കിലും സർവർ തകരാറ് കാരണം ഇടപാട് നടത്താൻ കഴിഞ്ഞില്ല. പ്രകോപിതനായ കണ്ടക്ടർ തോലടിയിൽ യുവതിയെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇറക്കിവിടുകയായിരുന്നു. തെരുവ് വിളക്കുകൾ പോലുമില്ലാത്ത സ്ഥലമായതിനാൽ ദിവ്യയ്ക്ക് 2.5 കിലോമീറ്റർ നടക്കേണ്ടി വന്നു. സംഭവത്തിൽ ദിവ്യ വകുപ്പ് മന്ത്രിക്കും വെള്ളറട സ്റ്റേഷൻ മാസ്റ്റർക്കും പരാതി നൽകി. ഞാൻ സ്ഥിരം ഡെയിലി KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, GPay ചെയ്യാറുണ്ട്. ആ ഒരു ഇതിലാണ് GPay ചെയ്യാമെന്ന് വില്ലിങ് ആയത്. അപ്പോൾ അത് സർവർ ബിസി ഞാൻ കാണിച്ചു. കുറച്ചുകൂടെ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ റേഞ്ച് കിട്ടി ഞാൻ GPay ചെയ്യായിരുന്നു. പക്ഷെ അയാൾ അതിന് മുമ്പേ അങ്ങനെ എന്നെ ഇറക്കി വിട്ടു. അല്ലെങ്കിൽ വെള്ളയുടെ പോയിട്ടായാലും ഹസ്ബൻഡിൽ നിന്ന് വാങ്ങി ഞാൻ കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അയാൾ അത് ആ പരിഗണന നൽകാതെ, ഒരു പെൺകുട്ടി എന്നൊരു പരിഗണന നൽകാതെ എന്നെ ആ രാത്രിയിൽ ഇട്ടത്ത് ഒറ്റയ്ക്ക് അയാൾ ഇറക്കി വിട്ടു. തുടർന്ന് ഞാൻ KSRTC വെള്ളടയിലെ സ്റ്റേഷൻ മാസ്റ്ററിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഞങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അപ്പം രാത്രിയിൽ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ദുഃഖം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഉണ്ടായി. അപ്പം അവരുടെ വീട്ടിലും പെൺകുട്ടികളുള്ളതാണ്. അപ്പം അവരുടെ മക്കൾ അവരിതുപോലെ വഴി നാട് റോഡിൽ ഇങ്ങനെ ഇറക്കി വിടുമോ? നെയ്യാറ്റിൻകരയിൽ നിന്ന് വെള്ളറടയിലേക്ക് വന്ന KSRTC ബസ്സിലെ കണ്ടക്ടറും നെയ്യാറ്റിൻകര സ്വദേശിയുമായ അനിൽകുമാറാണ് ഇത്തരത്തിൽ പെരുമാറിയതെന്നും
വകുപ്പുതല അന്വേഷണം നടത്തുമെന്നും ഡിപ്പോ അധികൃതർ വ്യക്തമാക്കി. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര നൽകുമ്പോഴാണ് ഇവിടെ രാത്രി നടുവഴിയിൽ ഇറക്കിവിടുന്നത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണം പ്രതിസന്ധിയിലാണ്. പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ പറയുന്ന ഡി മണിയെ കണ്ടെത്തിയെങ്കിലും സ്വർണ്ണക്കൊള്ളയിൽ ഇയാളുടെ ബന്ധം സ്ഥിരീകരിക്കാൻ SITക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ഹാജരായിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ഹാജരാകാതിരിക്കുന്നത്. അറസ്റ്റിലായ ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടെന്ന് പ്രവാസി വ്യവസായി മൊഴി നൽകിയ ഡി മണിയെ ചൊല്ലിയുള്ള വിവാദം തുടരുകയാണ്. തമിഴ്നാട്ടിൽ കണ്ടെത്തിയ MS മണി തന്നെയാണ് മൊഴിയിൽ പറയുന്ന ഡി മണിയെന്ന് ഉറപ്പിച്ചു പറയുകയാണ് SIT. മറ്റുള്ളവരുടെ പേരിൽ 3 ഫോൺ നമ്പറുകളുള്ള മണിക്ക് ഡിണ്ടിഗലിൽ വൻ ബന്ധങ്ങളുണ്ടെന്നാണ് SIT കണ്ടെത്തൽ. എന്നാൽ ശബരിമല കൊള്ളയുമായി തനിക്ക് ബന്ധമില്ലെന്ന് ആവർത്തിക്കുകയാണ് മണി. രമേശ് ചെന്നിത്തല പറഞ്ഞ പ്രവാസി വ്യവസായിയാണ് ഡി മണിയെക്കുറിച്ച് ആദ്യം പറയുന്നത്. വ്യവസായി നൽകിയ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് SITയെ ഡിണ്ടിഗലിൽ എത്തിച്ചത്. ഈ നമ്പർ ഡിണ്ടിഗൽ സ്വദേശിയായ ബാലമുരുകന്റെ പേരിലാണ്. അതിനാൽ മണിയെന്ന ബാലമുരുകനാകണം കണ്ണിയിൽ ഉൾപ്പെട്ടതെന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മണി ഉപയോഗിക്കുന്ന മറ്റ് 2 നമ്പറുകൾ കൂടി കണ്ടെത്തി. 3 നമ്പറുകളും മണിയുടെ പേരിലല്ല. തയ്യൽക്കടക്കാരനായ ബാലമുരുകൻ തന്റെ സുഹൃത്താണെന്ന് മണി പറഞ്ഞിട്ടുണ്ട്. ഈ മാസം 30-ന് SIT ഓഫീസിൽ ഹാജരാകാൻ ബാലമുരുകനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. 6 വർഷം കൊണ്ട് മണിക്കുണ്ടായ സാമ്പത്തിക വളർച്ച, പോലീസ് ഉൾപ്പെടെയുള്ള സ്വാധീനം, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഒരുപാട് ദുരൂഹതയുണ്ടെന്നാണ് SIT നിഗമനം. റിമാൻഡിലുള്ള ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. യഥാർത്ഥ തുണ്ടി മുതൽ എവിടെയെന്ന ചോദ്യത്തിന് ഗോവർദ്ധൻ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. സ്മാർട്ട് ക്രിയേഷൻസിൽ വേർതിരിച്ചെടുത്ത സ്വർണം ആർക്ക് വിറ്റുവെന്ന കാര്യത്തിലും ഇനിയും വ്യക്തതയില്ല. സ്വർണം കൈമാറിയ ഇടനിലക്കാരൻ കൽപേഷിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് SITയുടെ തീരുമാനം. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടി ഇവർ ഹാജരായിട്ടില്ല. അവർക്ക് വീണ്ടും നോട്ടീസ് നൽകാനും SIT ആലോചിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ മറ്റു ചില വാർത്തകൾ നോക്കാം ചുരുക്കത്തിൽ. പട്ടാമ്പി കൊപ്പം വണ്ടുംതറയിൽ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പ്രഭാപുരം സ്വദേശി അബ്ദുൾ റഹീം, പാലക്കാട് തൊടിവീട്ടിൽ ഹസൻ എന്നിവരാണ് 20 കിലോയിലധികം കഞ്ചാവുമായി പോലീസിന്റെ പിടിയിലായത്. ഡൽഹി നോയിഡയിലെ മാലിന്യ കൂമ്പാരത്തിൽ ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. കൈകാലുകൾ കെട്ടിയ നിലയിലാണ് മൃതദേഹം. സംഭവം കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇടുക്കി കട്ടപ്പന മേട്ടുക്കുഴിയിൽ വീട്ടമ്മയെ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ചരൽവിഴയിൽ 63 വയസ്സുള്ള മേരിയാണ് മരിച്ചത്. പുലർച്ചെ 1 മണിയോടുകൂടി വീട്ടിലെത്തിയ മകൻ ജഗൻ രാജാണ് മൃതദേഹം ആദ്യം കാണുന്നത്. കഴിഞ്ഞ ദിവസം ഇവരുടെ വീടും സ്ഥലവും പാട്ടത്തിന് നൽകിയതിനെ തുടർന്ന് കട്ടപ്പനയിലേക്ക് താമസം മാറാനുള്ള ക്രമീകരണങ്ങൾ നടത്തിവരികയായിരുന്നു. വീട്ടുപകരണങ്ങൾ കട്ടപ്പനയിലേക്ക് കൊണ്ടുപോയ ശേഷം ജഗൻ രാജ് മടങ്ങിയെത്തിയപ്പോഴാണ് മുറ്റത്ത് മേരിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.